ചില സോഴ്സസൊക്കെ പറയുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും അധികം RSSൻ്റെ ശാഖകളുള്ളത് കേരളത്തിലാണെന്നാണ്. കേരളത്തിൽ BJPക്ക് വലിയ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതുവരെ ആ പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ്, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു സീറ്റ്, BJPക്ക് ഒരു സീറ്റ് ജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിയമസഭയിലേക്കും അതുപോലെ തന്നെ ഒരു സീറ്റേ ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിയമസഭയിൽ ഒരു അംഗം പോലുമില്ല. പക്ഷേ RSSനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവർക്ക് ധാരാളം ശാഖകളുണ്ട്. പിന്നെ അവർ ഈ പ്രചരണം, ഹിന്ദുത്വത്തിൻ്റെ ആശയപ്രചരണം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ ഫലപ്രദമായിട്ട് നടത്തി കഴിഞ്ഞു. അതുപോലെ ക്രൈസ്തവരിലേക്കും ഇപ്പോൾ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ പ്രൊപ്പഗൻഡ നടത്താൻ കഴിവുള്ള ആളുകളാണ്. അത് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിവുള്ളവരാണ്. പ്രൊപ്പഗൻഡ ആർക്കും നടത്താം, പക്ഷേ ജനങ്ങൾ വിശ്വസിക്കണവർ, ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ആ അടുത്തൊരു ഘട്ടത്തിൽ ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ. അപ്പോൾ അതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള അവരുടെ സ്ഥിതി. പക്ഷേ RSSൻ്റെ ശാഖകൾ എമ്പാടുമുണ്ട്. അവർ വ്യാപകമായ രീതിയിൽ ആശയപ്രചരണം നടത്തുന്നുണ്ട്. സാധാരണക്കാരായ ഹിന്ദുക്കളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന രീതിയിലുള്ള ആ പ്രചരണ പരിപാടികളാണ് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.